പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണത്രേ. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് എന്നതിനർത്ഥം നമുക്കറിയാം. 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷവും 4 മാസവുമാണ്. ഒരു 83 വർഷവും 4 മാസവും തുടർച്ചയായ ഇബാദത്തെടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? നമ്മുടെ 24 മണിക്കൂറിൽ നമ്മുടെ ഇബാദത്തിൻ്റെ അളവ് ഒന്ന് തൂക്കം ചെയ്യുകയാണെങ്കിൽ, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ഓരോ വക്ത് നിസ്കാരങ്ങൾക്കും നിശ്ചിത സമയം രേഖപ്പെടുത്തുകയാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഒരു പക്ഷേ ചിലരുടെ നിസ്കാരത്തിൻ്റെ വേഗത മൂലം ലഭിക്കണമെന്നില്ല. ചിലരുടെ ഇബാദത്ത് 1 മണിക്കൂറിൽ മാത്രമായിരിക്കും. ബാക്കി വരുന്ന 23 മണിക്കൂറും ഇബാദത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇബാദത്ത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു പക്ഷേ സ്വീകാര്യമാവണമെന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശിഷ്ടമായിട്ട് പറഞ്ഞു കൊടുത്തത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 83 വർഷം, അതേപോലെ തന്നെ 4 മാസം കൂടി കൂട്ടിയിട്ട് 1000 മാസക്കാലം നിങ്ങൾ ആ ഒരു രാത്രി ഇബാദത്ത് ചെയ്താൽ അതിനോളം വരുന്ന പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്നു കസീർ പറയുന്നുണ്ട്, അൽ അമലു ഫിഹാ ഖൈറും മിനൽ അമലി ഫി അൽഫി ഷഹർ ലൈസ ഫിഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസം, ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടാത്ത 1000 മാസം, ഈ 1000 മാസം നിങ്ങൾ എത്രത്തോളം പ്രവർത്തനമാണോ ചെയ്യുന്നത്, ആ പ്രവർത്തനത്തിന് ആ ഒറ്റ രാത്രിയിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് ഇബ്നു കസീർ വളരെ വിശാലമായിട്ട് അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് ഇത്രത്തോളം മഹത്വം എന്നതിന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായത് ലൈലത്തുൽ ഖദ്റിലാണ്. ദുഹാനിൽ നമുക്കറിയാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വളരെയധികം ബറക്കത്തുള്ള ആ രാത്രിയിലാണ് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൽ അത്രത്തോളം ബറക്കത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഈ 2 ആയത്തുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് തഫ്സീറിൻ്റെ പണ്ഡിതന്മാരുടെ വാക്കുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വങ്ങൾ എണ്ണി പറയുമ്പോൾ വിശുദ്ധമായ ഖുർആൻ അവതീർണമായ രാവാണ്. കൂട്ടത്തിൽ തന്നെ 1000 മാസങ്ങളേക്കാൾ മഹത്വമുള്ള രാവാണ്. മറ്റൊന്ന് പറയുമ്പോൾ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ബറക്കത്ത് വളരെയധികം ലഭിക്കുന്ന മാസമാണ്. മറ്റൊന്ന് പറയുന്നത് തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ മലക്കുകളും വിശിഷ്യ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ ബിർറഹ്മതി വൽ ബറക. എന്താണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു പദം പ്രയോഗിച്ചത് എന്ന് പറയുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയുന്നത്, ഖുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിർറഹ്മതി വൽ ബറക. മലക്കുകൾ കരുണയും അനുഗ്രഹവുമായിട്ടാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് കൊടുക്കുന്ന കരുണയുടെ ആഴം വളരെയധികമാണ്, കണക്കാക്കാൻ പറ്റില്ല. അള്ളാഹ് അന്ന് ബറക്കത്ത് കൊടുക്കുമെന്ന് ദുഹാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ മുബാറക വളരെ ബറക്കത്തുള്ള രാവാണ്. ആ ബറക്കത്തുമായിട്ടും അനുഗ്രഹവുമായിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് മലക്കുകൾ അവതീർണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഖദ്റിൽ തന്നെ ഈ വിശുദ്ധമായ രാവിൻ്റെ മറ്റൊരു മഹത്വം പറയുന്നത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് ഫജ്ർ വരെ, പുലർച്ചെ വരെ സമാധാനമുള്ള രാത്രിയായിരിക്കും. അന്ന് ശൈത്താനിൻ്റെ ഉപദ്രവം വളരെ കുറവായിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും കരഗതമാക്കാനും നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. അത്രത്തോളം സമാധാനമുള്ള രാത്രിയായിരിക്കും. മലക്കുകൾ ഓരോ വ്യക്തികളുടെയും സന്നിഹിതത്തിലേക്ക് പോയിട്ട് അവരോട് പ്രത്യേക സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുകയും സമാധാനം കൊടുക്കുകയും ശൈത്താനിനെ ആട്ടിയോടിക്കുകയും ചെയ്യുമെന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ഈ ലൈലത്തുൽ ഖദ്റിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ, ഇബാദത്ത് കൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ ആരെങ്കിലും ധന്യമാക്കിയാൽ അവൻ്റെ മുമ്പത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം മഹത്വങ്ങൾ നൽകപ്പെടുന്ന, നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹു റഹ്മത്തിനെ കൊടുക്കുമെന്ന്. ആ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇവിടെ പരാമർശിക്കുന്നത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് തൻ്റെ ഈമാനിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ അവൻ്റെ മുൻ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇത്രത്തോളം മഹത്വമുള്ള രാവ് പിന്നെ ഏതാ ഉള്ളത്?
1000 മാസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 83 വർഷം 4 മാസമാണ്. 83 വർഷം 4 മാസം തുടർച്ചയായിട്ട് ഇബാദത്ത് ചെയ്യാനൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലം തരാൻ അള്ളാഹു തയ്യാറാണ്. 81 നിമിഷമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാവ് മുഴുവനായിട്ടുണ്ടോ, രാവിലെ ഒരു നിമിഷമാണോ എന്ന വിഷയത്തിൽ ഖിലാഫ് പറയുമ്പോൾ ഒരു രാവ് തന്നെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഒരു രാത്രി മുഴുവനും തന്നെ കണക്കാക്കുകയാണെങ്കിൽ പോലും 83 വർഷം 4 മാസം തുടർച്ചയായിട്ട് നാം ഇബാദത്ത് എടുക്കുന്നതിൻ്റെ ആ ഒരു സവാബ് പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പറയുമ്പോൾ അള്ളാഹു എത്രത്തോളം കാരുണ്യവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയുടെ മഹത്വം വളരെ വിശാലമാണ്. അതിൽപ്പെട്ട മറ്റൊന്നാണ് ആ രാത്രിയിൽ ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയിൽ വർഷത്തിലെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നു. വരും വർഷത്തിലെ കാര്യങ്ങളൊക്കെ ആ രാത്രിയിൽ നിശ്ചയിക്കപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഖാനിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ഇബ്നു കസീർ അതിന് വിശദീകരണം കൊടുക്കുന്നത് യുക്തബു ഫിഹാ മാ യകൂൻ ഫിസ് സനതി മിനൽ ആജാലി വൽ അർസാഖ്. ഈ വർഷത്തിലെ അവൻ്റെ ജീവിതകാലം, അവൻ്റെ ഉപജീവനം, അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഖദറിൻ്റെ രാവാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കണം. അന്നാണ് നമ്മുടെ ജീവിതകാലം എത്ര കാലം ജീവിക്കണം, ആ കാര്യത്തിലുള്ള നമ്മുടെ റിസ്കുകൾ എന്തൊക്കെയായിരിക്കണം, അന്നം മുട്ടുമോ അതല്ല അന്നം വളരെ വിശാലമായിട്ട് അള്ളാഹു നൽകുമോ, ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയവയെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന വിശുദ്ധമായ രാവാണ്. അള്ളാഹു നമുക്ക് അനുകൂലമായ രൂപത്തിൽ രേഖകളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുത്തിട്ടുള്ള രാവാണ് എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഐരിഹി. റമദാനിൻ്റെ അവസാനത്തെ 10-ൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന 10-ൽ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാത്ത വണ്ണം, മറ്റുള്ള ദിവസങ്ങളിൽ പരിശ്രമം നടത്താത്ത വണ്ണം കൂടുതൽ പരിശ്രമം നടത്തിക്കൊണ്ട് ഇബാദത്തിനെ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഈ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം വളരെ വിശാലമായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. ലൈലത്തുൽ ഖദറിനെ ഏത് രാവിലാണ് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരടങ്ങുന്ന വ്യൂഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസുകൾ തന്നെ അതിന് തെളിവാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10-ന്റെ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചോളൂ, പ്രതീക്ഷിച്ചോളൂ എന്ന് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 10-ലായിരിക്കും ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ പറ്റും. ബുഖാരി മുസ്ലിം ഒക്കെ തന്നെയാണ്. അതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്ർ, ഒറ്റപ്പെട്ട രാത്രികളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് 21-ാമത്തെ രാവിലോ 23-ാമത്തെ രാവിലോ 25-ാമത്തെ രാവിലോ 27-ാമത്തെ രാവിലോ 29-ാമത്തെ രാവിലോ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർഗ്ഗദർശനം നൽകുന്നതായിട്ട് കാണാൻ പറ്റും. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നത്, ശരിയായ അഭിപ്രായം അത് റമദാനിലെ അവസാനത്തെ 10-ന്റെ രാവുകളിൽ തന്നെയാണ് എന്നാണ്. മാത്രമല്ല ഒറ്റ രാവുകളിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പറയുന്നുണ്ട്, ഇൽതമിസുഹാ ഫിൽ വിത്ർ മിനൽ അശ്റിൽ അവാഖിർ, അവസാന 10-ലെ ഒറ്റപ്പെട്ട രാവുകളിൽ നിങ്ങൾ അതിനെ തേടിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. 27-ാം രാവ് എന്ന അഭിപ്രായമാണ് പല സ്വഹാബികളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തി പറയുന്നത്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റഹിമഹുല്ലാ പറയുന്നത്, ഏത് രാത്രിയിലാണെന്ന് എനിക്കറിയാം, അത് 27-ാമത്തെ രാവിലാണ് എന്ന്. അതിനാൽ പല പണ്ഡിതന്മാരും ഇത്തരത്തിൽ 27-ാമത്തെ രാവാണ് അതിനെ പ്രതീക്ഷിക്കാവുന്ന കൂടുതൽ മഹത്വമുള്ള രാവ് എന്ന് പറയുന്നുണ്ട്. 23-ാമത്തെ രാവ് എന്ന അഭിപ്രായം ചില ഹദീസിൽ നിന്നും പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് 23-ാമത്തെ രാവ് എന്നാണ്. ഞാനത് കണ്ടിട്ടുണ്ട്. 23-ാമത്തെ രാവിൽ ലൈലത്തുൽ ഖദറിനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 23-ാമത്തെ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ 21-ാമത്തെ രാവിൽ അതിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. 21-ാമത്തെ രാവിൽ മഴ പെയ്തു. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെളിയിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് സ്വഹാബാക്കളൊക്കെ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതിനാൽ ചില പണ്ഡിതന്മാർ 21-ാമത്തെ രാവിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. ഇമാം നവവി തങ്ങളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളൊക്കെ പറയുന്നത് ശരിയായ അഭിപ്രായപ്രകാരം, അസഹായ അഭിപ്രായപ്രകാരം അത് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അന്നഹ തൻതഖിലു ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ ആ ഒറ്റപ്പെട്ട രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊക്കെ ലൈലത്തുൽ ഖദർ സംഭവിച്ചേക്കാം. ഉദാഹരണം, ഒരു വർഷം
23-ാമത്തെ രാവാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു വർഷം 27-ാമത്തേത്, പിന്നത്തെ വർഷം ഒരുപക്ഷെ 25-ാമത്തേത് ആയേക്കാമെന്നുള്ള അഭിപ്രായമാണ് പണ്ഡിതന്മാർ ചുരുക്കി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പാവപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. നമുക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും വളരെ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പാന്താവിനെ ഉൾക്കൊണ്ടിട്ടുള്ള സച്ചിതരായ ആളുകളും നമുക്ക് ഏകദേശ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം. അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചല്ലോ. സമാധാനവും അതുപോലെ തന്നെ സമാധാനവുമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ ഇറങ്ങിക്കൊണ്ടു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതുപോലെ തന്നെ ഈ മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നതുപോലുള്ള ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം എന്നതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന രാത്രിയാണ് എന്ന് പറയുന്നുണ്ട്. ഇബ്നു കസീർ പറയുന്നത് പോലെ തന്നെ അന്ന് മലക്കുകൾ ഭൂമിയിലൊക്കെ നിറഞ്ഞു കവിയുമെന്നാണ് പറയുന്നത്. ശൈത്താൻ്റെ പാപങ്ങളും സ്വാധീനങ്ങളൊക്കെ ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ള വസ്വാസുകളൊക്കെ അന്ന് കുറയും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുണ്ടാകും. വിശ്വാസികൾക്ക് അതൊരു മഹത്തായ ഇബാദത്തുകൾ ചെയ്യാനും പുതിയൊരു നിർമ്മിതി, പുതിയ ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവിനുള്ള അവസരം കൂടിയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബാദത്തിന് 10 മടങ്ങ് പ്രതിഫലമാണ്. അതാണ് പറഞ്ഞാൽ 1000 മാസങ്ങളേക്കാൾ 1000 മാസത്തെ ഇബാദത്തിനേക്കാൾ മികച്ചത് എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വലിയ അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാവിലെ പ്രത്യേക പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നബിയുടെ ജീവിതത്തിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രാവിലെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യേകം ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ദുആ ആണ് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണല്ലോ അല്ലാഹ്. നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലാഹ്. എനിക്കും നീ വിട്ടുവീഴ്ച നൽകി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദിക്ർ. ഈ ദിക്ർ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവിൽ പരമാവധി അധികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഫൂ കിട്ടിയാൽ നമുക്ക് അതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാണ്. മാത്രമല്ല അന്നത്തെ ഏറ്റവും മഹത്വമുള്ള ഒരു പ്രവർത്തനമാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ്റെ പാരായണമാണ്. അത് നിങ്ങൾ പതിവാക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഖിയാമുൽ ലൈലാണ്, രാത്രിയിലുള്ള നീണ്ട നമസ്കാരമാണ്. തഹജ്ജുദാകട്ടെ മറ്റുള്ള നിസ്കാരങ്ങളാകട്ടെ രാത്രിയിൽ പ്രത്യേകിച്ച് തസ്ബീഹ് നിസ്കാരം പോലുള്ള നിസ്കാരങ്ങളൊക്കെ പ്രത്യേകം പതിവാക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള നിലനിർത്താൻ പറ്റിയിട്ടുള്ള രാവാണ് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവെന്ന് പറയുന്നത്. മറ്റൊരു പ്രവർത്തനമാണ് ദിക്റുകളൊക്കെ ചെല്ലുക എന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്റുകളൊക്കെ പതിവാക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിന് പറ്റിയിട്ടുള്ള ഏറ്റവും ഉചിതമായ സമയമാണ്. ജീവിതത്തിൽ പാപങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണെന്ന് പറയാം. ശൈത്താനിൻ്റെ വലക്കണിയിൽ വീണുകൊണ്ട് നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും പാപമോചനം അനിവാര്യമാണ്, നിർബന്ധമാണ്. ആ പാപമോചനത്തിന് പറ്റിയിട്ടുള്ള നല്ല സമയമാണ് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. തൗബ ചെയ്ത് സത്യസന്ധമായ മാനസാന്തരം നമ്മുടെ ഖൽബിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് പള്ളിയിൽ അവസാന 10കളിൽ ഇഅ്തികാഫൊക്കെ ഇരുന്നുകൊണ്ട് പ്രതിഫലം ആധിക്യത്തിലാക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ സ്വന്തമായിട്ടും മനസ്സ് നന്നാകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ടാവുന്ന പ്രത്യേകമായ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ആ തസ്ബീഹ് നിസ്കാരം നിങ്ങൾ അന്നത്തെ രാവിലെ നിസ്കരിച്ചുകൊണ്ട് പതിവാക്കുക. സ്വതക്ക ഏറ്റവും വലിയ പ്രതിഫലമാണ്. മരണസമയത്ത് പോലും ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ ധർമ്മം ചെയ്തുകൊണ്ട് നന്നായിക്കോളാമെന്നാണ്. അതിൻ്റെ മഹത്വം അപ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നന്മ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രതിഫലം, ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. ആ രാവിൽ ചെറുതാണെങ്കിൽ പോലും ധർമ്മം കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരഗതമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഹദീസിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ ലക്ഷണങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വളരെ സമാധാനമുള്ള രാത്രിയായിരിക്കും. ആ രാത്രി മിത കാലാവസ്ഥയായിരിക്കും. മിത കാലാവസ്ഥയുള്ള രാത്രിയാണെങ്കിൽ ആ രാത്രിയിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശാന്തവും പ്രകാശമുള്ളതുമായ രാത്രിയായിരിക്കും. അന്നത്തെ ചന്ദ്രൻ വളരെ പ്രകാശമുള്ളതായ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടും. മാത്രമല്ല കാറ്റിന് വളരെയധികമൊന്നും ശക്തി ഉണ്ടാവില്ല. വളരെ ശാന്തമായ കാറ്റ് അടിച്ചു വീശുന്ന രാവായിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തത്ലഉ ശംസു യൗമഇദിൻ ലാ ശിആ ലഹാ എന്ന് പറയുന്നുണ്ട്. അന്ന് സൂര്യൻ കിരണങ്ങളില്ലാതെ ഉദിക്കും. വലിയ കുത്തലുകളോ വലിയ ചൂടോ വലിയ പ്രകാശമോ ഒന്നും ഇല്ലാതെയായിരിക്കും അന്ന് സൂര്യൻ ഉദിക്കുക. എന്നാൽ ആ ദിവസത്തെ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറയുന്നത് അതിൻ്റെ ആശയം വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആ രാത്രിയിൽ വിശ്വാസികൾക്ക് ഒരു ആത്മീയമായിട്ടുള്ള സമാധാനം അനുഭവപ്പെടും.
അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ 10 രാവുകൾ മുഴുവനും, അവസാനത്തെ 10 രാവുകൾ ഒറ്റപ്പെട്ട രാവുകൾ മാത്രമല്ല, അവസാനത്തെ 10 രാവിലും കൂടി ഇബാദത്തിനെ പതിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം രാവിൽ പ്രവേശിക്കുന്ന സമയത്ത് അരമുറുക്കിക്കൊണ്ട് ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുമായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അരമുറുക്കുക മീൻസ് ഇനി വേറൊരു കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിയില്ല, ഫുള്ള് ഇബാദത്തായിരിക്കും. ഇബാദത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതിൻ്റെ ഒരു മജാസായിട്ടുള്ളൊരു പ്രയോഗമാണ് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, കച്ചമുറുക്കി ഇറങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിനായിട്ട് ഒരുങ്ങി തയ്യാറാകുന്ന രാവിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്ന് പറയുന്നത്. മാത്രമല്ല വഅയ്ഖദ അഹ്ലഹു, നബി തങ്ങൾ കുടുംബത്തെയും വിളിച്ചു നടത്തും, ആരെയും ആ രാത്രി നഷ്ടപ്പെടുത്താൻ സമ്മതിപ്പിക്കില്ലായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രി ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുന്നത് പോലെ തന്നെ 27ാമത്തെ രാവൊക്കെ അതിന് സാധ്യത കൂടുതലുള്ളതായതുകൊണ്ട് തന്നെ എല്ലാ രാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രതീക്ഷിച്ചതായിട്ട്, അത് സംഭവിച്ചതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം എല്ലാ രാവിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോ വർഷവും വ്യത്യസ്ത രാവിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ എല്ലാ രാവും, ജീവിതത്തിൽ മുഴുവൻ രാവുകളും നമ്മൾ എന്ത് ചെയ്യണം, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിലേക്ക് വേണ്ട അമലുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നാലേ നമുക്ക് ഉന്നതമായിട്ടുള്ള സച്ചിതരായ ആളുകളുടെ വഴിയിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തഖഫൻ നബിയുൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് നബി തങ്ങൾ അതിനെ ധന്യമാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഇഅ്തികാഫ് എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ അന്നത്തെ രാവ് ഇഅ്തികാഫിരിക്കാൻ വന്ന റബ്ബിൻ്റെ പള്ളിയിൽ റബ്ബിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേക സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാവിനെ മുതലെടുപ്പ് നടത്തണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി തുടങ്ങിയിട്ടുള്ള റബ്ബിൻ്റെ അഫുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, റഹ്മത്തിനെ കാംക്ഷിച്ചുകൊണ്ടുള്ള, ബറക്കത്തിനെ തേടിക്കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു ഈ രാത്രിനെ മറച്ചു വെച്ചു എന്ന് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാത്രി, ഇന്ന രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ നടക്കുക എന്ന് പറയാത്തത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു രാത്രി ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ തീയതി അല്ലെങ്കിൽ ആ രാവിൻ്റെ ഒരു ഡേറ്റോ സമയമോ പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹ് മറച്ചു വെക്കാൻ കാരണം ആ രാത്രിയിൽ എന്നല്ല, ആ പ്രതീക്ഷിക്കാവുന്ന എല്ലാ രാത്രിയിലും മനുഷ്യർ ഇബാദത്ത് കൂടുതലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫദ്ലുഹാ അലീമുൻ ജിദ്ദൻ എന്ന് നബവി തങ്ങൾ പറയുന്നുണ്ട്, വളരെ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രാവിനെ മുതലെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുതലെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ രഹസ്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാവിധ ഫളായിലുകളും മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് അടുക്കുവാനും നമുക്ക് ഇതിൻ്റെ ഭാഗമാകുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.